ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ പുതിനയാണ് ഇത് കേട്ടോ. ഈ പുതിന വെച്ചിട്ടൊരു കുപ്പിയിലൊരു ബോളും മാതിരി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കണേ. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ ഒരു കുപ്പി വേണം കേട്ടോ. ഞാനപ്പോൾ ഇതിന് കുപ്പി തിരഞ്ഞു പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ കുപ്പി. അപ്പോൾ ഇതിന്മേൽ കയറൊക്കെ കെട്ടി കിടക്കുകയാണ്. ഇതിന് മുന്നേ എന്തോ ഉണ്ടാക്കി വെച്ച കുപ്പി ഒഴിവാക്കിയതാവും. അപ്പോൾ കയറൊന്നും കെട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കുപ്പി തന്നെയാണ് എടുത്തു. പഴയ കുപ്പിയാണ്, ഇനി മണ്ണ് നിറക്കാൻ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇതിനിങ്ങനെ ഹോളിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ഹോളുള്ള കുപ്പിയാണ്, അപ്പോൾ കുറച്ചും കൂടി ഹോൾ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ 2 കമ്പി ഗ്യാസ് കത്തിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് പപ്പടക്കോലാണ്, ഒന്നൊരു കമ്പിയാണ്. മാറി മാറി വേഗം ചൂട് പെട്ടെന്ന് പോവും. 2 ഹോൾ ഇടുമ്പോൾ തന്നെ അതിൻ്റെ ചൂട് പോകും. അപ്പോൾ നമുക്ക് മാറി മാറി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇത് വെക്കുമ്പോൾ നോക്കണം കേട്ടോ, കയ്യുമ്മക്ക് പാളിക്കരുതേ. നല്ല ചൂടുള്ള കമ്പിയാണ്, കയ്യുമ്മക്ക് പെട്ടെന്ന് ഇത് പാളിച്ചു പോവും. അതെല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ അതിന് ഹോളൊക്കെ ഇട്ടു. ഇതൊക്കെ എൻ്റെ പുതിനയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിമെന്ന് നല്ല തല നോക്കി നുണ്ടണത്, ഇതിൽ ഒഴിവാക്കാനുള്ളതാണ്. മാറ്റി ഈ ചട്ടിക്ക് മാറ്റി നടണം നമുക്കിനി, മണ്ണൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇതിന് നല്ല തല നോക്കിയിട്ട് ഞാൻ നുണ്ടുന്നുണ്ട്. ബാക്കി ഇതാ അടിയത്തെ ഇതിനും വലിയ തല നോക്കിയിട്ട് ഞാൻ കുറച്ച് തലയും കൂടി പൊട്ടിച്ചെടുത്തു. അപ്പോൾ കുറേ തല ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നിറയെ ഹോളുള്ളൊരു കുപ്പിയാണല്ലോ, നിറയെ ഹോൾ വേണം എന്നെങ്കിലുള്ളൂ അതൊരു ബോളായി നിൽക്കുള്ളൂ. അപ്പോൾ അത്രയും തല ഞാൻ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് മണ്ണും കൂടെ വേണം. ഞാൻ പോട്ടി മിക്സ് ഉണ്ട്, അതിൽ കുറച്ച് മണ്ണും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ഞാൻ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് വാഷിംഗ് മെഷീൻ്റെ മുകളിലാണ് വെച്ചിട്ടാണ് ഇത് ശരി ഉണ്ടാക്കുന്നത്, ടെറസിൻ്റെ മുകളിലല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ മണ്ണ് ഉണ്ടാക്കി വെച്ചാൽ ഒരു ചാക്ക് വിരിച്ചിട്ടാണ്. ഞാനിത് ഈ കുപ്പി എടുത്തിട്ട് ഇങ്ങനെ 2 തല കുപ്പിൻ്റെ നമ്മളെ മൂടി തുറന്നിട്ട് അങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് നേരിട്ട് മണ്ണിടാൻ പറ്റില്ല, അപ്പോൾ മൂടിയില്ലാത്തതല്ലേ, മണ്ണൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ ഞാനെന്തിട്ട് ഒരു പൊടി ഇല ഉണ്ടായിരുന്നു ഇവിടെ, കരിയില അതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ മണ്ണ് താഴെ ചാടി പോകില്ലല്ലോ. ഇനി ഇങ്ങനെ എല്ലാ ഹോളും നമ്മൾ ഈ പുതിനൻ്റെ ഓരോ തലയും ഈ ഹോളിലൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ. നിറയെ കുത്തി കൊടുക്കണം. ഇനി കുറച്ച് കുത്തി കൊടുത്താൽ പിന്നെ കുറച്ച് മണ്ണിടണം. പിന്നെയും നമ്മൾ ബാക്കിയുള്ള ഹോളിൽ കുത്തി കൊടുക്കുക, പിന്നെയും കുറച്ച് മണ്ണിടുക. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യണേ. എല്ലാതും പാടെ കുത്തി കൊടുത്തിട്ട് മണ്ണിടാൻ നിൽക്കരുതേ. അടിയിൽ കുറച്ച് ഭാഗം കുത്തി കൊടുത്തിട്ട് പുതിനൻ്റെ തല കുത്തി കൊടുത്ത് അവിടെ മണ്ണിട്ട് കൊടുക്കണം. പിന്നെയും നമ്മൾ കുത്തി കൊടുക്കുക, മണ്ണിടുക, അങ്ങനെ ചെയ്യണം കേട്ടോ ഇടയിൽ. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഫുള്ളായിട്ട് നിറച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ ഫുള്ളായിട്ട് പുതിന കുപ്പിയിൽ നിറച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് തഴുത്തുണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബോൾ മാതിരിയാവും കേട്ടോ. ഇനി ഇതെല്ലാ തലയും നല്ല ഉഷാറായി പുതിയ കൊമ്പുകളും ഇതൊക്കെ വന്ന് നല്ല തിങ്ങിയൊരു കാട് പോലെ മാതിരിയാവും കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി. അപ്പോൾ നല്ല മഴ ഉണ്ടല്ലോ, അതുകൊണ്ട് വാടില്ല. നല്ല വെയിലാണെങ്കിൽ ഇത് കുറച്ച് തണുപ്പത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ. 2 ദിവസം വെയിൽ കൊണ്ടത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ വെയിലത്ത് വെക്കരുത്, തണലിന് മാറ്റി വെക്കണം. അല്ല മഴയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ മഴയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇന്ന് രാവിലെ 8-9 മണി വരെയും മഴ തന്നെയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ എൻ്റെ അടുക്കള ഭാഗത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഗ്രില്ലിൻ്റെ അവിടെ ഒരു കമ്പിമ കൊളുത്തിടാന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് പെട്ടെന്ന് ആവശ്യങ്ങൾക്കൊന്നും നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറണ്ടല്ലോ, അതിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.